ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നേരെ നമുക്ക് സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സുമിത്ര സിദ്ധാർത്ഥിനോട് പറയാവുന്ന കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥിന്റെ മുഖത്ത് നോക്കി പറയാണ്. അപ്പൊ സിദ്ധു ആണെങ്കിലോ താൻ ഇനി എത്ര കണ്ട് ആഗ്രഹിച്ചാലും സുമിത്ര തന്റെ അരികിലേക്ക് ഒരിക്കലും മടങ്ങി വരില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ്. പക്ഷെ എന്നാൽ കൂടി ഒരു പ്രതീക്ഷ വെച്ച് നമ്മുടെ സിദ്ധു അവിടെ അങ്ങനെ താമസിക്കുക കേട്ടോ. ഈ സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ പൂജ വരികയാണ്. പൂജ വരുമ്പം അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു, അച്ഛനെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ എന്നുള്ള കാര്യമൊക്കെ പൂജ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും സുമിത്ര പറയാണ്, കുറച്ചു കാലം മാത്രമാണ് ഞാൻ രോഹിത്തിന്റെ കൂടെ ജീവിച്ചത്, എന്നാൽ കൂടിയും രോഹിത് എന്റെ ജീവനായിരുന്നു എന്നുള്ള കാര്യം പൂജയോട് പറയാണ്. അപ്പൊ പൂജയ്ക്ക് വലിയ സന്തോഷമൊക്കെ ആയിട്ടോ. എന്തായാലും അമ്മ സിദ്ധാർത്ഥ അങ്കിളിനോട് പറയാനുള്ള കാര്യങ്ങൾ അങ്കിളിന്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പഴയ ആ ഒരു ധൈര്യം എന്തും ചെയ്ത് ജീവിക്കാനായിട്ട് അമ്മയ്ക്ക് സാധിക്കും. അമ്മ ഉറപ്പായിട്ടും പഴയ രീതിയിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങി വരണം എന്നുള്ള കാര്യം പൂജ ഇങ്ങനെ സുമിത്രയോട് സൂചിപ്പിക്കുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിലോ താൻ പണ്ട് സുമിത്രാസ് കൈകാര്യം ചെയ്തിരുന്ന ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആള് ഇത്രയും മോശമായിട്ടൊക്കെ പെരുമാറിയത് കൊണ്ട് മാത്രമാണ് സുമിത്ര എന്ന് പറയുന്ന സ്ത്രീക്ക് ഇത്രയധികം ഉയർന്നു വരാനൊക്കെ സാധിച്ചത്. ഹസ്ബൻഡ് ഒരിക്കലും സപ്പോർട്ടിങ് ആയിരുന്നില്ലല്ലോ. അപ്പൊ തനിയെ നിന്ന് പൊരുതിയാണ് സുമിത്ര ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്തത്. അപ്പം ഇപ്പോഴും അമ്മയുടെ ഉള്ളിൽ ആ ഒരു കനലുണ്ട് എന്നുള്ളത് നമ്മുടെ പൂജ പറയുമ്പോഴാണ് സുമിത്ര പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വീണ്ടും താൻ അതിലേക്ക് ഇറങ്ങിയാലോ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം അവിടെ അവരിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിലോ ശീതളിന്റെ അടുത്താണ്. അപ്പൊ ശീതള് ഭയങ്കര ദുഃഖത്തിലൊക്കെയാണ്. ഭർത്താവിനെ ആണെങ്കിൽ ഇതാ അച്ഛൻ അടിച്ചിറക്കി വിട്ടിരിക്കുകയാണ്. അപ്പം ഇനി തിരികെ ഈ വീട്ടിലേക്ക് വരില്ല എന്നുള്ള ശപഥം ചെയ്തിട്ടാണ് നമ്മുടെ സച്ചിൻ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശീതളിന് വലിയ വിഷമമൊക്കെയാണ്. അപ്പം ഇവൾ ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെടുമ്പോഴത്തേക്കിനും സരസ്വതിയമ്മ പറയുന്നുണ്ട്, മോളെ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിന്റെ ഭാവി തന്നെ ആയിരിക്കും പോകുന്നത്. നീ ഒരു കാര്യം ചെയ്, നീ ഇനി ഇവിടെ നിൽക്കേണ്ട, നീ പറയാതെ സുമിത്രയോടും സിദ്ധുവിനോടും കാര്യങ്ങൾ അവതരിപ്പിക്കാതെ നീ വീട്ടിൽ നിന്ന് പോയിക്കോ. അച്ഛമ്മ സത്യങ്ങൾ അറിഞ്ഞല്ലോ, അച്ഛമ്മയ്ക്ക് അറിയാലോ, അച്ഛമ്മ അവരെ പറഞ്ഞ കാര്യങ്ങൾ ധരിപ്പിച്ചോളാം. അപ്പം മോള് സച്ചിന്റെ അരികിലേക്ക് തിരിച്ചു പോയിക്കോളാൻ പറയുകയാണ്. അപ്പൊ ശീതളാണെങ്കിലും അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എന്നൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. സുമിത്രയാണെങ്കിൽ കാര്യങ്ങൾ നയത്തിന് കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ അവൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. സിദ്ധാർത്ഥ് എടുത്തുചാട്ടക്കാരനായതുകൊണ്ട് തന്നെ സച്ചിന് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ സച്ചിനാണെങ്കിലോ ഇനി ശീതളിനെ താൻ തിരിഞ്ഞു നോക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങി പോവുകയൊക്കെയാണ് ചെയ്തത്. അപ്പം അതിന്റെ വിഷമത്തിൽ ശീതള് അച്ഛമ്മയോട് പറയുന്നുണ്ട്, അച്ഛമ്മ ഒരിക്കലും ഞാൻ എൻ്റെ അമ്മ പറയുന്ന വാക്കുകൾക്ക് അപ്പുറം നിൽക്കില്ല. ഒരിക്കൽ ഞാനൊരു തോന്നിവാസം ചെയ്തതാണ്, അതിന്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. സച്ചിന് ഇതുപോലെ മോശം സ്വഭാവം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ കല്യാണത്തിന് മുന്നേ തന്നെ എൻ്റെ അമ്മ കണ്ടെത്തിയതാണ്. പക്ഷേ അന്ന് ഞാൻ അമ്മ പറയുന്ന വാക്കുകളൊന്നും കേട്ടില്ല, അതിന്റെ പരിണിത ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ സരസ്വതി അമ്മയോട് ഇങ്ങനെ പറയുമ്പം ഇവളെ ഇനി ഈ വീട്ടിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കും എന്നുള്ള ചിന്തയാണ് നമ്മുടെ സരസ്വതി അമ്മയ്ക്ക് വരുന്നത്. അപ്പം സിദ്ധാർത്ഥ് ഈ വീട്ടിൽ നിന്ന് പോവരുത്, സുമിത്രയാണെങ്കിൽ സിദ്ധുവിനെ പരിചരിച്ച് ജീവിതകാലം മുഴുവനും ആ വീട്ടിൽ കഴിയണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ സരസ്വതി അമ്മയുടെ ചിന്ത. അങ്ങനെ അതും പാളിപ്പോയി. അപ്പൊ സരസ്വതി അമ്മയാണെങ്കിലോ വലിയ വിഷമത്തിലൊക്കെ ആയി. ഇനി താൻ എന്ത് ചെയ്യും? അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ ആണെങ്കിൽ ഇനി തന്റെ സ്വപ്നങ്ങളെല്ലാം അവസാനിച്ചു. പക്ഷേ താൻ തന്റെ മക്കൾക്ക് വേണ്ടിയെങ്കിലും ഇനി ജീവിച്ചല്ലേ പറ്റുള്ളൂ. അതിനു മുന്നേ താൻ സത്യനെ ഒന്ന് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം. സത്യനെ നേരിൽ തന്നെ കാണണമെന്ന് വിചാരിച്ച് സത്യനെ വിളിച്ചു വരുത്തുകയാണ്. അപ്പം സത്യനാണെങ്കിൽ ഇതാ വീട്ടിൽ വന്ന് സത്യനോട്, അതെ സത്യനെ ഞാൻ വിളിച്ചത് അനിരുദ്ധിനെ ഈ വീട്ടിൽ എത്തിക്കണം എന്നുള്ള കാര്യം പറയാനാണ്. സിദ്ധാർത്ഥ് സാറേ, ഞാൻ അവരുടെ വീട്ടിൽ പോയായിരുന്നു. പോയ സമയത്താണെങ്കിൽ അനിരുദ്ധിന്റെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും കൂടി അനിരുദ്ധ് സ്ഥലത്തില്ലെന്നും അനിരുദ്ധിന് സിദ്ധുവിനെ കാണാൻ താല്പര്യമില്ല എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഞാൻ എങ്ങനെയാണ് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരിക എന്ന് ചോദിക്കുമ്പം സിദ്ധു അതിനൊരു മറുപടി പറയുന്നത്, അതെ അനിരുദ്ധാണ് സുമിത്ര മരിച്ചുപോയി എന്നുള്ള കള്ളം അത് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് അവൻ സുമിത്രയെ നേരിൽ കാണണം. അത് ഈ വീട്ടിൽ വന്നെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. അതുകൊണ്ട് നീ എന്ത് റിസ്ക് എടുത്തിട്ടും സത്യ അനിരുദ്ധിനെ ഈ വീട്ടിൽ എത്തിച്ചേ പറ്റുള്ളൂ. അപ്പം സത്യമാണെങ്കിലോ എന്നാ ആയിക്കോട്ടെ, ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. അങ്ങനെ സത്യ ഫോൺ ചെയ്യാണ് നമ്മുടെ അനിയെ വിളിക്കുന്ന സമയത്താണെങ്കിലോ അനിരുദ്ധാണെങ്കിൽ അച്ഛനെ കാണാൻ വരാത്ത കാര്യങ്ങളെല്ലാം സത്യയോട് പറയാണ്. അതെ എനിക്ക് ഒരിക്കലും
എൻ്റെ അച്ഛനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. ഞങ്ങളെയും ഞങ്ങളുടെ അമ്മയെയും ഒക്കെ അതിനു വേണ്ടി അച്ഛൻ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പം കുറേ കാലം ഇവിടുന്ന് മാറി നിന്നതിന് ശേഷം ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? ഇത്രയും നാളും ഞങ്ങളെ ആരെയും സംരക്ഷിക്കാത്ത ഒരു അച്ഛൻ്റെ പിന്നാലെ പോകാൻ എനിക്ക് താല്പര്യമില്ല. അത് വെട്ടി തുറന്ന് ഇങ്ങനെ സത്യയോട് പറയുമ്പോൾ സത്യ പറയാണ്, മോനെ നിന്റെ അച്ഛന് ഒരുപാട് അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വയസ്സായ ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഒരു പരിഗണന അത് നീ കാണിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നീ എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ അച്ഛനെ ഒന്ന് പോയി കാണണം, അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് എന്നൊക്കെ പറയുക. ഇങ്ങനെയുള്ള വർത്താനമൊക്കെ പറഞ്ഞിട്ടും അനിരുദ്ധ് സത്യയുടെ വഴിക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ സത്യനാണെങ്കിലും എന്നാൽ എലി അനിരുദ്ധിന്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്തോളൂ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥിനെ വന്ന് കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയാണ് സത്യ പറയുന്നുണ്ട്, സിദ്ധാർത്ഥ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല, അനിരുദ്ധ് സിദ്ധാർത്ഥിനോട് അത്രമാത്രം പക മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരിക്കലും സരസ്വതിയമ്മയുള്ള ഈ വീട്ടിലേക്ക് വരാനായിട്ട് അവന് താല്പര്യമില്ല എന്ന് തന്നെയാണ് എന്നോട് തീർത്തും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു അറ്റംപ്റ്റ് നടക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പം സിദ്ധു ആണെങ്കിലോ അത് എന്താ വേണ്ടെന്നുള്ള കാര്യം നമ്മൾക്ക് ആലോചിച്ച് ചെയ്യാം. എന്തായാലും എൻ്റെ ഈ തലയിലുള്ള മുറിവുകളെല്ലാം ഉണങ്ങിയതിന് ശേഷം ഞാൻ തന്നെ അവനെ നേരിൽ പോയി കണ്ട് സത്യങ്ങൾ പറയാമെന്ന് പറയുകയാണ്. അങ്ങനെതാ സിദ്ധു സത്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ സുമിത്ര നമ്മുടെ പൂജ പറഞ്ഞ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ സുമിത്രയ്ക്കും ഇങ്ങനെ ജീവിച്ച പോരാ, താൻ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് വരണം, തന്റെ മകളെ ആരുടെയെങ്കിലും കൈ പിടിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവളും പഴയതുപോലെ താൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലോ എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പൊ താൻ കെട്ടിപ്പടുത്ത ആ ഒരു സുമിത്രാസ് എന്ന് പറയുന്ന കട അതിനെന്താണ് സംഭവിച്ചത്, അതിന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ അതിനെക്കുറിച്ച് ഗാഠമായി ഇങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ സിദ്ധാർത്ഥ് റൂമിൽ നിന്ന് ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങാൻ വരികയാണ്. അപ്പൊ സരസ്വതി അമ്മയാണെങ്കിലും ആ മോനെ ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പം സിദ്ധു ആ ഒരു ഡൈനിങ് ടേബിളിനടുത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് സിദ്ധുവിനൊരു നെഞ്ചുവേദന വരികയാണ്. നെഞ്ചുവേദന വരുമ്പോഴത്തേക്കിനും സിദ്ധു വേദന കൊണ്ട് ഇങ്ങനെ പൊളഞ്ഞ് കസേരയിൽ ഇരിക്കാൻ തുടങ്ങുമ്പം നമ്മുടെ ശീതളാണെങ്കിൽ അമ്മ ഓടി വാ അമ്മയെന്നും പറഞ്ഞ് സുമിത്രയെ വിളിച്ച് ാണ്. അപ്പൊ സുമിത്രയാണെങ്കിലോ ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ട് അങ്ങോട്ട് ഓടി ചെല്ലുമ്പോ കാണുന്ന കാഴ്ച സിദ്ധു ദാ വീണ് തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ സിദ്ധാർത്ഥിന് ഒരു അറ്റാക്കിന്റെ സംഭവം തന്നെയാണ്. ഇതിനു മുന്നേയും സിദ്ധുവിന് അറ്റാക്ക് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന് ഇത്തവണയും അതുപോലെയുള്ളൊരു ക്ഷീണമായതുകൊണ്ട് തന്നെ സുമിത്രയും മകളും സരസ്വതി അമ്മയൊക്കെ വല്ലാണ്ട് വെപ്രാളപ്പെടുകയാണ്. എല്ലാരും കൂടി നമ്മുടെ സിദ്ധുവിനെയായിട്ട് ആശുപത്രിയിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പം നാളെ എന്തായാലും അറിയാം സിദ്ധാർത്ഥിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. എന്തായാലും പുള്ളിക്കാരൻ മരിച്ചു പോകാനായിട്ടുള്ള സാധ്യതകളൊന്നുമില്ല. അപ്പം എല്ലാവർക്കും നല്ലൊരു സായാഹ്നമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്